മീഖ എഴുതിയ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം നമ്മൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വാക്യം അല്ലെങ്കിൽ ഈ വായിച്ച വചനഭാഗം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്? അതിന് പുതിയ നിയമത്തിൽ അതിൻ്റെതായ പിന്തുണ നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യം എങ്ങനെയാണ്? എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയ്ക്കും. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. യേശുക്രിസ്തുവിന് ഒരു പിതാവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിന് ഒരു ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ, പുറത്തുള്ളവരുടെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പുറത്തുള്ളവരുടെ കാര്യം ചർച്ചയ്ക്ക് എടുക്കുന്നതേയില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് ലോകം അറിയുന്ന സമൂഹം, അവരുടെ വിവിധങ്ങളായ അധ്യാപനങ്ങളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ കാണുന്നത്. ചിലർക്ക് യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ചിലർക്ക് യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവം. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു അല്ല, യേശുക്രിസ്തുവിന്റെ പിതാവാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവമാണ്, ഒരേ ഒരു സത്യദൈവമെന്നുമാണ്. ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ക്രൈസ്തവ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിലേതാണ് ശരി എന്ന് നമ്മൾ പരിശോധിക്കണമെങ്കിൽ കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തെളിവെന്ന് പറയുന്നത് നമ്മൾ ആധികാരികമായി എടുക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിൽ നിന്നും മറുപടി പറയുവാൻ കഴിയാതെ വരുന്ന ചില ആളുകളുണ്ട്. അവര് പറയും ഞങ്ങൾക്ക് ബൈബിൾ ഒരു സെക്കൻഡറി എവിഡൻസ് ആണെന്ന്, അല്ലെങ്കിൽ അതൊരു റെഫറൻസ് ബുക്ക് ആണെന്ന് മാത്രം പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കും. പിന്നെന്താണ് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? അതിങ്ങനെ വഴിയായിട്ട് പലരും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഏത് സമയത്ത് ആർക്കും എന്തും പറയാം, ഇത് ഞങ്ങളുടെ പിതാക്കന്മാരാണെന്ന് പറഞ്ഞതാണ് എന്ന് അവകാശവാദം പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെന്നുള്ളതല്ലാതെ ആധികാരികമായി ആർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ന്യായമല്ല. ആധികാരികമായി ആർക്കും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ന്യായമല്ലത്. വാമൊഴിയായി കിട്ടിയാന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തും വാമൊഴിയായിട്ട് പറയാം. ഇത് ഞങ്ങളുടെ ഇങ്ങനെ പറഞ്ഞതാണെന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരാൾക്കിരുന്നുകൊണ്ട് പറയാം, എന്താ ഞങ്ങളുടെ ഇന്ന പോലെ പറഞ്ഞതാണ്. ഇതിനപ്പുറത്ത് ആധികാരിക സാധ്യതയായിട്ട് അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാ നിഷേധികളും എല്ലാവരും തങ്ങൾക്ക് ആധാരം ബൈബിളാണ് എന്ന് പറയും. എല്ലാവരും പറയും, നമ്മളും പറയും. എന്നാൽ ആധാരം ബൈബിളാണ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഓരോന്നിനും ബൈബിളിൽ നിന്ന് തെളിവ് കാണിക്കണം. കയ്യിൽ നിന്ന് മസാലയിട്ട് കയ്യിൽ നിന്ന് കഥകൾ മെനഞ്ഞ് കഥ പറഞ്ഞ് ഒന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ബൈബിളാണ് ആധാരം എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അവർക്ക് ചെയ്യേണ്ടത് എന്താണ്? അവരവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഉപദേശം അതുപോലെ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന നിലയിൽ സുവ്യക്തമായ തെളിവുള്ള വചനം ബൈബിളിൽ നിന്ന് കാണിച്ചെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വൈകാരികമായി ഇളകിയിട്ട് യാതൊരു കാര്യവുമില്ല. അവിടെ വൈകാരികതയ്ക്കില്ല. തെളിവ് ചോദിക്കുമ്പോൾ വൈകാരികതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. തെളിവ് ആണ് ഏത് കോടതിയിലും ആധികാരികമായി പരിഗണിക്കുന്നത്. അപ്പോൾ
തെളിവില്ലാതെ ആ വൈകാരികത കാണിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചിലരുണ്ട് ഉത്തരം മുട്ടുമ്പം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണെന്ന് പറയും. എന്തിനാ വെറുതെ ഇങ്ങനെ കാണിക്കുന്നത്? പറയുന്ന കാര്യം അതുപോലെ ബൈബിളിൽ കാണിക്കുക, അതിനപ്പുറത്ത് വേറെ ഡയലോഗൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച വാക്യഭാഗത്ത് വളരെ കൃത്യമായി നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹത്വത്തോടും കൂടെ മേയിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അവൻ ആരാണോ, ആ അവന് ദൈവമായി ഒരുവനുണ്ട്. ആ ദൈവത്തെ യഹോവ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അവൻ ആരാണോ അവന്റെ ദൈവമാണ് യഹോവ. വളരെ ക്ലിയർ അല്ലേ? എന്താ വായിച്ചതൊന്ന് വായിച്ചേ. എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആളിന്റെ ദൈവം ആരാണ്? യഹോവയാണ് ആ പറഞ്ഞിരിക്കുന്ന ആളിന്റെ ദൈവം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾ ആരാണ്? അതതിന്റെ ആരംഭ ഭാഗത്തൊന്ന് വായിക്കാം നമുക്ക്. അതിന്റെ രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ ഇവിടെ ഒരാളുടെ ഉത്ഭവത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരാൾ ഉത്ഭവിച്ചു വരാനിരിക്കുന്നു. ആ ഉത്ഭവിച്ചു വരാനിരിക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. നീയോ ബേത്ലഹേം എഫ്രാത്തേ. ബേത്ലഹേം എഫ്രാത്ത വളരെ ചെറിയൊരു പട്ടണമാണെങ്കിലും യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും അതിൽ നിന്നും ഉത്ഭവിച്ചു വരാനിരിക്കുന്ന ഒരുവനെ കുറിച്ച് പറയുകയാണ്. അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവനു വേണ്ടി, ആർക്ക് വേണ്ടി? ഈ രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആൾ ആരാണോ പറയുന്നത് അവനു വേണ്ടി ഉത്ഭവിച്ചു വരാനിരിക്കുന്ന ഒരുവനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടതിനായി ഉത്ഭവിച്ചു വരാനിരിക്കുന്ന ഒരുവനെ കുറിച്ചാണ് പറയുന്നത്. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. ഇതൊരു വാഗ്ദത്തമാണ്. ഉത്ഭവിച്ചു വരുവാനിരിക്കുന്നവനെ കുറിച്ചുള്ള വാഗ്ദത്തം അല്ലെങ്കിൽ പ്രവചനമാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പണ്ടേ ഉത്ഭവിച്ചു എന്നല്ല, മറിച്ച് അവന്റെ ഉത്ഭവം എപ്പോഴാണോ നടക്കുന്നത് ആ ഉത്ഭവം എന്ന് പറയുന്ന പദ്ധതി അത് പണ്ടേയുള്ളതും പുരാതനമായതുമാണ്. ഇതാണ് നമ്മൾ ആ വാക്യത്തിൽ കാണുന്നത്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതുമാണ്. അവൻ പണ്ടേ ഉത്ഭവിച്ചതാണെന്നല്ല, വളരെ ശ്രദ്ധിക്കണം. അവൻ പണ്ടേ ഉത്ഭവിച്ചതാണെന്നല്ല, അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ഉത്ഭവിച്ചു വരുവാനുള്ള സ്ഥലത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശം നടത്തുന്നത്. എനിക്ക് നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഈ ഉത്ഭവിച്ചു വരുവാനിരിക്കുന്നവനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് കാണുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം, അപ്പോൾ എവിടെ ജനിച്ചതാണ്? യഹൂദിയ ദേശത്തിലെ
ബേത്ലഹേമിൽ യേശു ജനിച്ച ശേഷം അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. എന്താണ് കാണുന്നത്? കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. അവർ അന്വേഷിച്ചു വരുന്ന ആരെയാണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ചു വരികയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അന്വേഷിച്ച് കിഴക്കുനിന്ന് വരുന്ന വിദ്വാൻമാർ യെരൂശലേമിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു അവര്? ഇവര് ഹെരോദ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ, അതായത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ നമസ്കരിക്കുവാൻ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ നമസ്കരിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടു. അത് അവർക്ക് അടയാളമായിരുന്നു. അവന്റെ ജനത്തെ വിളിച്ചറിയിക്കുന്ന നക്ഷത്രം അവർ കിഴക്കുന്നത് കണ്ടിട്ട് യാത്ര പുറപ്പെട്ടതാണ്. അവർ യാത്ര ചെയ്ത് അന്വേഷിച്ച് ഈ നക്ഷത്രം കണ്ട ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ച് അവർ യെരൂശലേമിലെത്തി. എന്നിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. തുടർന്ന് എന്ത് സംഭവിച്ചു? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ അന്വേഷിച്ചു വന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനായാണ്. ഹെരോദാവ് അവിടത്തെ രാജാവായിരിക്കുമ്പോൾ അതിനപ്പുറം യഹൂദന്മാർക്ക് വേറൊരു രാജാവിനെ അന്വേഷിച്ചാണ് ഇവർ വരുന്നതെന്നുള്ളത് ഹെരോദോ രാജാവ് കേട്ടിട്ട് ഇവരെല്ലാം ഭ്രമിച്ചു. ഈ രാജാവും ഭ്രമിച്ചു. യഹൂദന്മാരുടെ രാജാവായി വേറൊരുത്തൻ പിറന്നിരിക്കുന്നു എന്നുള്ള സംഗതി കേട്ടിട്ട് ഇവനും ഈ യെരൂശലേമിലുള്ളവരും ഒക്കെ ഭയന്നു ഭ്രമിച്ചു പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഇസ്രായേൽ ജനത്തിലെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും, ശാസ്ത്രിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള തിരുവെഴുത്തുകളെ പരിശോധിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരാണ് ശാസ്ത്രിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ വിളിച്ചിട്ട് അവരോട് ഈ സംഗതിയെക്കുറിച്ച് ചോദിക്കുകയാണ് ഹെരോദ രാജാവ്. ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ കേൾക്കണം, ഞങ്ങൾ ക്രിസ്തുവിന്റെ നക്ഷത്രം കണ്ടുകൊണ്ട് വന്നെന്നല്ല പറഞ്ഞത്. പിന്നെയോ വന്നവര് പറഞ്ഞ എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ നക്ഷത്രം കണ്ടു എന്നാണ് പറഞ്ഞത്. അവനെ നമസ്കരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ രാജാവ് ചോദിക്കുന്നത് എന്താണ്? ക്രിസ്തു എവിടെ ആണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. ഇത് മുമ്പേയുള്ള പ്രവചനമാണ്. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് ബേത്ലഹേം എഫ്രാത്തയോട് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിരിക്കുന്ന സംഗതിയാൽ ആ അധിപതിയായിരിക്കേണ്ടുന്ന യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ചു വന്നപ്പോൾ ആ രാജാവ്, ഹെരോദ രാജാവ് ചോദിക്കുകയാണ്, ക്രിസ്തു എവിടെ ജനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. തുടർന്ന് ഈ പറഞ്ഞ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഹെരോദ രാജാവിനോട് പറഞ്ഞത് യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ പ്രവചനം ഉദ്ധരിക്കുകയാണ്. നമ്മൾ വായിച്ച മീഖ 5:2 ഇവിടെ ഉദ്ധരിക്കുകയാണ്. യഹൂദ്യദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രയേലിനെ നയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. അരുളപ്പാട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രവാചകൻ എഴുതി വച്ചിരിക്കുകയാണ് ഈ സംഗതിയെ. അത് പരിശോധിച്ച ശാസ്ത്രിമാർ രാജാവിന് മറുപടി കൊടുത്തു, ബേത്ലഹേമിൽ ആണ് ജനിക്കുന്നതെന്ന്.
യഹൂദ്യദേശത്തിലെ ബേത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കുന്നതെന്ന് പറഞ്ഞു. വിദ്വാൻമാർ അന്വേഷിച്ചു വന്നത് യഹൂദന്മാർക്ക് അധിപതിയായിരിക്കേണ്ടുന്ന തലവനെയാണ്. ആ തലവന്റെ പ്രവചനമാണ് നമ്മൾ മീഖ 5:2 വായിച്ചത്. അവനെ കുറിച്ചാണ് താഴോട്ട് വന്നപ്പോൾ അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവന്റെ ദൈവമാണ് യഹോവയെന്ന്. അവന്റെ ദൈവമാണ് യഹോവയെന്ന്. അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും യഹോവയുടെ ആത്മാവിന്റെ ശക്തിയോടും അവന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ ഇസ്രായേൽ ജനത്തെ മേയിക്കും. അങ്ങനെ മേയിപ്പാനിരിക്കുന്നവന്റെ ജനനത്തെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ നിവർത്തിയായി ജനിച്ചവനായ യേശുവിനെ അന്വേഷിച്ചാണ് ഈ പറഞ്ഞ ജ്ഞാനികൾ, വിദ്വാൻമാർ ഹെരോദ രാജാവിന്റെ അടുക്കലേക്ക് വന്നത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെ നമസ്കരിക്കുവാൻ വേണ്ടിയാണ് ഇവർ വന്നത്. ഇടയ്ക്ക് ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ചിലരൊക്കെ അവിടെ ചെന്നിട്ട് ഈ വിദ്വാൻമാര് അവനെ നമസ്കരിച്ചു, അവരെ നമസ്കരിച്ചു എന്നല്ല, അമ്മയോടുകൂടെ കുഞ്ഞിനെ കണ്ടിട്ട് അവരെ നമസ്കരിച്ചു എന്നല്ല, അവനെ നമസ്കരിച്ചു എന്ന. അതുകൊണ്ട് മറിയത്തെ ആരാധിക്കും. ഇങ്ങനെ അങ്ങ് കത്തിക്കയറുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ആരാധനയൊന്നുമല്ല, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കണ്ട് രാജാവിനെ നമസ്കരിക്കുവാൻ വേണ്ടിയാണ് വിദ്വാൻമാര് വന്നത്, അല്ലാതെ ദൈവത്തെ ആരാധിക്കാനല്ല. അബദ്ധ പ്രസംഗങ്ങൾ കേട്ടിട്ട് നിങ്ങള് ഇടറിപ്പോകരുത്. പലരും ഇവിടെ അവരെയല്ല അവനെ നമസ്കരിച്ചു എന്നൊക്കെ വലിയ വലിയ ഡയലോഗ് വിടുന്ന പ്രസംഗകർ കത്തിക്കയറുകയാണ്. അങ്ങ് മറിയത്തെ ഇകഴ്ത്തുവാൻ വേണ്ടി, ഇവിടെ യേശുക്രിസ്തുവാണ് ദൈവമെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഒക്കെയുള്ള ഒരുപാട് കസർത്ത് കളികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നും കണ്ടിട്ട് ഇളകിപ്പോകരുത്. ഇവിടെ ഇവർ അന്വേഷിച്ചു വന്നത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ നമസ്കരിക്കാനാണ്, ദൈവത്തെ ആരാധിക്കാൻ വന്നതല്ല. അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോണം. അവരന്വേഷിച്ചു വന്നത് ആരെയാണ്? ഹല്ലേലൂയ. അപ്പോൾ ഈ പറഞ്ഞ യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ ദൈവമാണ് യഹോവയെന്ന് മീഖ 5:4 വാക്യം അരക്കിട്ടുറപ്പിക്കുമ്പോഴാണ് ചിലരൊക്കെ ഇരുന്നു കൊണ്ട് ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനൊരു ദൈവമില്ലെന്നും യേശുക്രിസ്തുവിനൊരു പിതാവില്ലെന്നും യേശുക്രിസ്തു മാത്രമാണ് ദൈവമെന്നും ഒക്കെയുള്ള അബദ്ധങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, വളരെ സൂക്ഷ്മതയോടെ തിരുവെഴുത്തുകളെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവം ആരാണ്? പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഞാൻ യഹോവയാകുന്നു എന്ന് ഇവിടെ മോശയോട് അരുളി ചെയ്തവനാണ് യേശുക്രിസ്തുവിന്റെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് വളരെ കൃത്യമായി ഒരേ ഒരുവൻ മാത്രമായ യഹോവയായ ദൈവം യെശയ്യാവിലൂടെ സംസാരിച്ചത് യെശയ്യാ 45:5 വെടിപ്പായി കിടക്കുകയാണ്. ഈ അറിവ് പ്രാപിക്കാത്തവരാണ് യേശു മാത്രം ദൈവമെന്നും യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്നുമുള്ള അബദ്ധം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. പ്രിയരെ, നിങ്ങൾ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്ന യാഹുവ എന്ന് എന്നേക്കും നാമമുള്ളവൻ. യോദ്, ഹേഹ്, വാവ്, ഹേഹ് എന്നീ 4 എബ്രായ അക്ഷരങ്ങൾ കൊണ്ട് ഒന്നിച്ചു ചേർത്ത് അതെങ്ങനെ ഉരുവിടുന്നു അതങ്ങനെ തന്നെയാണ് യാഹുവ. അതൊരിക്കലും അഡോണായി എന്ന് വായിക്കാൻ പറ്റത്തില്ല. അഡോണായിക്കുള്ള ആൽഫബറ്റ്സ് തന്നെ വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ യോദ, ഹേഹ്, വാവ്, ഹേഹ് എന്ന 4 അക്ഷരങ്ങളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന നാമത്തിന്റെ
അവകാശിയായിരിക്കുന്ന ഒരേയൊരുവൻ മാത്രമായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരുടെ ദൈവമായവനെന്ന് പുതിയ നിയമത്തിൽ അരുളപ്പാട് ചെയ്തിരിക്കുന്ന അപ്പോസ്തലന്മാരിലൂടെ പഠിപ്പിച്ചിരിക്കുന്ന ആ ദൈവമാണ് യേശുക്രിസ്തുവിന്റെ ദൈവം. ആ യേശുക്രിസ്തുവിന്റെ ദൈവമായവൻ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. നമ്മൾ മുമ്പേ വായിച്ച കുറിവാക്യം മറന്നു പോകരുത്. അവൻ നിന്നുകൊണ്ട് മീഖ 5:4 തന്റെ ദൈവം യഹോവയുടെ ആത്മാവിന്റെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടെ നടന്ന്, യേശുവിനെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് കൂടെ നടന്ന് യേശുവിൽ നിന്ന് കേട്ടു പഠിച്ച അപ്പോസ്തലന്മാർ വളരെ വെടിപ്പായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്യുകയും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിധം നിങ്ങൾ അറിയുന്നുവല്ലോ, ആ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യേശുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും അഭിഷേകം ചെയ്യുകയും യേശുവിനോട് കൂടെ ഇരുന്നു കൊണ്ട് യേശുവിനെ കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യിച്ചവനുമായ ആ ദൈവമാണ് ഒരേ ഒരു സത്യദൈവം, യേശുക്രിസ്തുവിനെ അയച്ച പിതാവ്. യേശുക്രിസ്തുവിനെ അയച്ച പിതാവല്ലാതെ മറ്റൊരു സത്യദൈവവും ഇല്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലൂടെ ദൈവപുത്രനായ ക്രിസ്തു വന്ന് അറിയിച്ചു തന്നിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വെടിപ്പായിരിക്കുമ്പോഴാണ് ചില ആളുകൾ യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ അയച്ച പിതാവെന്ന ഒരേ ഒരു സത്യദൈവമായവനെ നിഷേധിച്ചിട്ട് അങ്ങനെ ഒരു ദൈവമേ ഇല്ല എന്ന് മൈക്കിലൂടെ അലറിക്കോവിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഈ അറിവ് നിത്യജീവനാണ്, ഈ അറിവ് നിത്യജീവനാണ് എന്നാണ് അവിടെ ദൈവപുത്രനായ ക്രിസ്തു പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു പറഞ്ഞതിനപ്പുറത്തുള്ള ഉപദേശങ്ങളുമായിട്ട് ആര് വന്നാലും നോ വേ ടു അക്സെപ്റ്റ് ഇറ്റ്. അത് സ്വീകരിക്കാൻ ഒരു വഴിയുമില്ല. നിങ്ങളുടെയൊന്നും ബുദ്ധിയൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ. നിങ്ങളുടെ വ്യാഖ്യാന ഫാക്ടറിയുടെ ഉത്പന്നങ്ങളൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ. ഇനി നമ്മൾ വായിച്ച വാക്യത്തിന്റെ ഭാഗത്തേക്ക് വരാം. മീഖ 5:2 പറഞ്ഞിരിക്കുന്ന ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞിരിക്കുന്ന അവന്റെ ഉത്ഭവം നടന്നതിനെ കുറിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നമുക്ക് കാണാം ഈ ഉത്ഭവം എങ്ങനെയാണ് നടന്നതെന്നുള്ളത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. ദൂതൻ മറിയത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മറിയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്ന്. പരിശുദ്ധാത്മാവ് എന്താണ്? ദൈവത്തിന്റെ ആത്മാവാണ്, യഹോവയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്ത് പറയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ട യേശുവിന്റെ ഉത്ഭവത്തെ കുറിച്ച് മറിയത്തോട് ദൂതൻ പറയുന്ന സംഗതിയാണ് നമ്മളിവിടെ വായിച്ചത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശുവിന്റെ ഉത്ഭവം നടക്കുന്നതിനെ
കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നു എങ്ങനെ നടക്കും. അപ്പോൾ മറിയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി മറിയത്തിന്റെ മേൽ നേടുകയും ചെയ്തതിലൂടെയാണ് മീഖ 5:2 പറഞ്ഞിരിക്കുന്ന അവന്റെ ഉത്ഭവം നടക്കുന്നത്. അങ്ങനെ ഉത്ഭവിച്ചവനായ യേശുക്രിസ്തുവിന്റെ ദൈവമാണ് പഴയ നിയമത്തിൽ യോദ് ഹേഹ് വാവ് ഹേഹ് എന്ന 4 അക്ഷരങ്ങൾക്ക് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരേയൊരുവൻ മാത്രമായവനും സകലത്തിന്റെ സൃഷ്ടാവുമായ ആ ഒരേ ഒരു സത്യദൈവം. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ദൈവം ഒരുവനെന്നും ദൈവം ഏകനെന്നും അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ഏകൻ, ആ സിംഗിൾ പേഴ്സൺ, ആ ഒരേ ഒരുവൻ മാത്രമായവൻ യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. ദൈവം ഒരുവൻ, ദൈവമോ ഒരുത്തൻ മാത്രമെന്ന് പൗലോസ്ലീഹയും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുമ്പോൾ രണ്ടാമതൊരു ദൈവത്തെ പ്രസന്റ് ചെയ്യുവാൻ പൗലോസ്ലീഹയ്ക്ക് പോലും കഴിയത്തില്ല. പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളോട് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിനും വിപരീതമായി ഈ ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ്. അപ്പോൾ വളരെ കൃത്യമായി ദൈവമോ ഒരുത്തൻ മാത്രമെന്നും ദൈവം ഏകനല്ലോ എന്നും ദൈവം ഒരുവനെന്നും അവൻ അക്ഷയനും അദൃശ്യനുമാണെന്നും അവൻ യേശുക്രിസ്തുവിന്റെ ദൈവമാണെന്നും യേശുക്രിസ്തുവിന്റെ പിതാവാണെന്നും പഠിപ്പിച്ചവനായ പൗലോസ്ലീഹ ഒരിക്കലും അതിന് വിപരീതമായി പറയില്ല. പൗലോസ്ലീഹയെ ചിലരൊക്കെ ചില പരിഭാഷയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ചില വാക്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഒന്നിലധികം ദൈവമുണ്ടെന്നും യേശുക്രിസ്തു ദൈവമാണെന്നും ഒക്കെ പൗലോസ്ലീഹ പറഞ്ഞെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് പേര് തലകുത്തി നടന്ന് അഭ്യാസം നടത്തുന്നുണ്ട്. പക്ഷെ നടക്കത്തില്ല. കാരണം പൗലോസ്ലീഹ അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം പൗലോസ്ലീഹ ശപിക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തു ആണ് ദൈവമെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തു മഹാദൈവമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹ തന്നെ പറയുകയാണ് പൗലോസ്ലീഹ ശപിക്കപ്പെട്ടവനാണ്. പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല കേട്ടോ, യേശുക്രിസ്തു മഹാദൈവമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞിട്ടില്ല. സത്യവേദ പുസ്തകം എന്ന് പറയുന്ന പരിഭാഷയ്ക്കകത്ത് കാണുന്ന ട്രാൻസ്ലേഷൻ എററാണ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ടുവന്നൊക്കെ തീത്തോസ് 2:12 സത്യവേദ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആ വാക്യം അങ്ങനൊന്നും അല്ല. അത് POC പരിഭാഷ നിങ്ങളെടുത്ത് വായിക്കണം. മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു പരിഭാഷ കാണിക്കുന്നത്. POC എടുത്ത് വായിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നത് മഹോന്നതനായ ദൈവത്തിന്റെയും, അപ്പോൾ ഒരാളുണ്ടല്ലോ, ആരാണ് മഹോന്നതനായ ദൈവം? അടുത്ത ആളിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന ഭാഗ്യം കാത്തുകൊണ്ടുവന്നാണ്. അപ്പൊ രണ്ടുപേരുടെ മഹത്വത്തെ കുറിച്ചാണ് തീത്തോസ് 2:13 സത്യവേദ പുസ്തകത്തിനപ്പുറത്ത് വേറൊരു പരിഭാഷയുണ്ട്, POC പരിഭാഷ. അത് ഗ്രീക്കിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രോസ് ഡെക്കോമെനോയിട്ടേൻ മക്കാറിയാൻ എൽപ്പിഡ കൈ എപ്പിഫാനിയാൻ ടെസ് ഡോക്സൈസ്റ്റോ മെഗാലോതെയോ കൈ സോതിറോസ് ഈമൂൻ ഈസുക്രിസ്തോ. അതിന്റെ കൃത്യം പരിഭാഷയാണ് POCയിൽ നമ്മൾ കാണുന്നത്. പ്രോസ് ഡെക്കോമിനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടിങ് ഗ്രേറ്റ്ലി, അതീവ ആശയോടെ കാത്തിരിക്കുന്നു. എന്ത് കാത്തിരിക്കുന്നു? ടേൻ മക്കാറിയാൻ എൽപ്പിട, അനുഗ്രഹപൂർണമായ പ്രത്യാശ എന്നാണ് അതിനർത്ഥം. മക്കാരിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹപൂർണമായ, അനുഗ്രഹീതമായ, ബ്ലസ്സഡ്, ഭാഗ്യകരമായ എന്നൊക്കെയാണ് അർത്ഥം. എൽപ്പിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശ എന്നാണ് അതിനർത്ഥം. പിന്നെയും കായ് എന്ന കൺജക്ഷൻ ചേർത്തുകൊണ്ടാണ് അടുത്ത പദം പറയുന്നത്. എന്താണ്? എപ്പിപ്പാനിയാൻ ടെസ് ഡോക്സൈസ്റ്റോ മെഗാലോതെയോ. എപ്പിപ്പാനിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത. ടെസ് ഡോക്സൈസ്റ്റോ മെഗാലോതെയോ കായ് സോതിറോസ് ഈമൂൻ ഈസുക്രിസ്തോ. രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് മെഗാലോതെയോയും കായ് സോതിറോസ് ഈമൂൻ ഈസുക്രിസ്തോയും. സോതിറോസ് ഈമൂൻ ഈസുക്രിസ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും മഹോന്നതനായ ദൈവത്തിന്റെയും എന്നിങ്ങനെ രണ്ടുപേരുടെ മഹത്വം പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് POC വായിച്ച് പരിശോധിക്കാം. സത്യവേദ പുസ്തകത്തിലെ പരിഭാഷയിലെ തെറ്റ് കൊണ്ട് വന്നിട്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. മനസ്സിലായോ? അതുപോലെ പല വാക്യങ്ങളും ഇവരെടുത്തുകൊണ്ട് വരുന്നതിനകത്ത് അടിസ്ഥാനപരമായി നിങ്ങളത് പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ട് വേണം ഇവരുടെ തന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ സത്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം ചിലരെടുത്തുകൊണ്ട് വരുന്നതാണ് 1 യോഹന്നാൻ 5:20 എടുത്തുകൊണ്ട് വരും. അവിടെ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിട്ടില്ല.
യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്നൊന്നും 1 യോഹന്നാൻ 5:20 എഴുതിയിട്ടില്ല. അവിടെ അവനെന്ന് ഒരു പരിഭാഷയിൽ കാണും, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഇതാകുന്നു എന്നും കാണും. അതിന് തൊട്ട് മോളിൽ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു ആരാണെന്ന്, സത്യദൈവത്തിന്റെ പുത്രനാണെന്ന് മോളിൽ പറഞ്ഞിരിക്കുകയാണ്. തൊട്ട് മോളിൽ പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു സത്യദൈവത്തിന്റെ പുത്രനാണെന്ന്. അപ്പൊ പുത്രൻ വന്ന്, ദൈവത്തിന്റെ പുത്രൻ വന്ന് സത്യസ്വരൂപനെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും. അപ്പൊ ആരാ സത്യസ്വരൂപൻ? ദൈവത്തിന്റെ പുത്രൻ വന്ന ആരെക്കുറിച്ചാണോ സത്യദൈവം എന്ന് പറഞ്ഞത് അവനാണ് സത്യസ്വരൂപൻ അല്ലെങ്കിൽ സത്യദൈവമെന്ന് വളരെ കൃത്യമായി അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നും സത്യസ്വരൂപനെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു, ജ്ഞാനം തന്നുവെന്നും നാം സത്യസ്വരൂപനിലും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലുമാകുന്നു. അപ്പൊ ആരാ സത്യസ്വരൂപൻ? അവന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നാ പറഞ്ഞിരിക്കുക. അപ്പൊ സത്യസ്വരൂപൻ ആരാണ്? യേശുക്രിസ്തുവിന്റെ പിതാവാണ്. 1 യോഹന്നാൻ 5:20 പറഞ്ഞിരിക്കുന്ന സത്യസ്വരൂപൻ. ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും. സത്യദൈവവും നിത്യജീവനും എന്നുള്ള സംഗതി ദൈവപുത്രൻ വന്ന് അറിയിച്ചതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പുത്രൻ വന്നിട്ട് യേശുക്രിസ്തുവിനെ അയച്ചവനെ കുറിച്ചല്ലാതെ സത്യദൈവം എന്നൊരു ഒരു 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 പ്രയോഗമേ നടത്തിയിട്ടില്ല, ഒരു പരാമർശമേ നടത്തിയിട്ടില്ല. മനസ്സിലായോ? ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്ന ഒരേ ഒരു സത്യദൈവം യേശുക്രിസ്തുവിന്റെയും പിതാവായവനാണ്, യേശുക്രിസ്തുവിനെ അയച്ചവനാണ്. വളരെ കൃത്യമാണ് ഇതൊക്കെ. അപ്പോൾ യേശുക്രിസ്തുവിന് ഒരു ദൈവമുണ്ട്, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ആ ദൈവത്തിന്റെ അടുത്തേക്ക്, ആ പിതാവിന്റെ അടുത്തേക്ക് യേശുക്രിസ്തു കയറിപ്പോകുന്നു എന്ന് പറഞ്ഞതാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കാണുന്നത്. അപ്പൊ ഇതെല്ലാം എഴുതിയ യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടുവന്നിരിക്കുന്ന യോഹന്നാൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാനിതൊക്കെ എഴുതി എന്തിനാണെന്നറിയാമോ? നിങ്ങളിത് വായിച്ചിട്ട് യേശുക്രിസ്തു ആരാണെന്ന് വിശ്വസിക്കണമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ വെടിപ്പായി സുവിശേഷം എഴുതി യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം എടുത്തുകൊണ്ട് വന്നിട്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ ആർ കെ എൻ ഹോലോഗോസ് Kai hologos en proston theon, Kai theos en hologos. In the beginning was the word, and the word was God, and the word was with God എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നത് വചനത്തെക്കുറിച്ചാണ്, യേശുക്രിസ്തു അല്ല. വചനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നും വചനം ദൈവമായിരുന്നു എന്നും വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അത് വചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു വചനമാണെന്ന് ബൈബിളിൽ ഒരു വാക്യത്തിലുമില്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചിലരൊക്കെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യമായിട്ട് വരും. അവിടെ യേശുക്രിസ്തുവിനെ ദൈവവചനം എന്ന് വിളിച്ചിരിക്കുന്നത്. അവിടെ ഒന്നും വിളിച്ചിട്ടില്ല യേശുക്രിസ്തുവിനെ. യേശുക്രിസ്തു ആണെന്ന് പോലും പറഞ്ഞിട്ടില്ല. കുതിരപ്പുറത്തിരിക്കുന്നവന് ദൈവത്തിന്റെ വചനം എന്ന് പേര് പറയപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ യേശുക്രിസ്തു ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ പലരും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വിപരീത ഉപദേശത്തിന് ചൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ സൂക്ഷ്മദൃഷ്ടിയോടെ തിരുവെഴുത്തുകളെ പരിശോധിച്ച് അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനൊരു ദൈവമുണ്ട്, അത് പിതാവാണ്. ആ പിതാവല്ലാതെ മറ്റൊരു ദൈവമില്ല. ദൈവമോ ഒരുത്തൻ മാത്രം, ദൈവം ഒരുവൻ. ആ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണ് യേശുക്രിസ്തു എന്ന മനുഷ്യൻ. 1 തിമോഥെയോസ് 2:5 ഇങ്ങനെ പൗലോസ്ലീഹ വളരെ കൃത്യമായി തന്റെ ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിരിക്കുമ്പോൾ പൗലോസ്ലീഹയെ പിടിച്ച് ഇടയ്ക്കിട്ടിട്ട് ശപിക്കപ്പെട്ടവനാക്കാൻ ശ്രമിക്കുന്ന കള്ളന്മാരെയും നിങ്ങൾ കണ്ടറിഞ്ഞ് കരുതിക്കൊള്ളേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവെന്ന ഒരേ ഒരു സത്യദൈവമല്ലാതെ മറ്റൊരു ദൈവവും ക്രിസ്ത്യാനിക്കില്ല. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തു പഠിപ്പിച്ച വചനങ്ങളെയാണ് പിന്തുടരുന്നത്. അത് പിന്തുടരുന്നവന് യേശുക്രിസ്തുവിന്റെ ദൈവമായ പിതാവല്ലാതെ മറ്റൊരു ദൈവവുമില്ല.
only one person, that is the Father. He is the God of the Lord Jesus Christ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവം ആരാണ്? പഴയ നിയമത്തിൽ മോശയോട് ഉൾപ്പെടുന്ന ഭാഗത്ത് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്തവനായ ആ ഒരേ ഒരുവൻ മാത്രമാണ്. അവൻ സകലത്തിന്റെയും സൃഷ്ടാവാണ്. അവൻ യേശുക്രിസ്തുവിന്റെയും ദൈവമാണ്. അങ്ങനെ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൽ പറയുന്നത്, മീഖ 5:4 പറയുന്നത്, അവൻ നിന്നുകൊണ്ട് യഹോവയുടെ ആത്മാവിന്റെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹത്വത്തോടും കൂടെ മേയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയതിനായി ദൈവം യേശുവിനെ തന്റെ ആത്മാവിനാലും തന്റെ ശക്തിയാലും അഭിഷേകം ചെയ്തതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ വായിക്കുന്നത്. വചനം നമ്മെ ചിട്ടപ്പെടുത്തട്ടെ, വചനം നമ്മെ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നടത്തട്ടെ, നാം വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ നമുക്കിടയാകട്ടെ. നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് നമ്മെ ദൈനംദിന ജീവിതത്തിൽ ഒരുക്കുന്ന ദൈവവചനത്തെ മാറോട് ചേർത്തുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നാം മുന്നേറാം, നിത്യജീവൻ അവകാശമാക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടു കൂടിയായിരിക്കുമ്പോൾ പ്രിയ തോമസ് കുട്ടിച്ചായ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്.